സുഹൃത്തുക്കളെ, നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പത്തനംതിട്ട ജില്ലയിൽ ഈ പരിപാടി നടക്കുന്നതിനിടയിൽ, അതായത് ഡി ജെ പരിപാടി, ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ട് ഡി ജെ പരിപാടി നടക്കുന്നതിനിടയിൽ കുറച്ച് പോലീസുകാർ, കാക്കിയിട്ട ചെറ്റകളെന്ന് തന്നെ പറയാം, പോലീസുകാരെന്ന് പറയാൻ പറ്റില്ല, കാക്കിയിട്ടിട്ടുണ്ടായിരുന്ന ചെറ്റകൾ, അവന്മാർ കയറി അവിടെ ചെന്നിട്ട് ഒരു വൃത്തികെട്ട പരിപാടി കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപാടി നിർത്താനായിട്ട് ഇവർ പറയുന്നതാണ്, അത് പോലീസുകാർ പറയുന്നതാണ്, പരിപാടി നിർത്താനായിട്ട് ഞങ്ങൾ പലതവണ പറഞ്ഞു, എന്നിട്ട് നിർത്തിയില്ല. അവസാനം ഞങ്ങൾ അവിടെ കയറി അവരെ നിർബന്ധപൂർവ്വം പരിപാടി നിർത്തിച്ചു, അല്ലെങ്കിൽ അവരെ നിർബന്ധിച്ചുകൊണ്ട് ആ പരിപാടി നിർത്തിച്ചു എന്നാണ്. നിർബന്ധിച്ചത് എങ്ങനെയാണ്? അവിടെ കയറി ചെന്ന ഡി ജെ പരിപാടി നടത്തുന്ന ഒരു യൂട്യൂബർ ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റി വാല്യൂ ഉള്ള ഒരു മനുഷ്യൻ്റെ ലാപ്ടോപ്പ് ഒരൊറ്റ ചവിട്ടിന് പൊട്ടിച്ചു കളഞ്ഞു. 1,00,000 രൂപയ്ക്ക് മുകളിൽ വില വരുന്ന ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. അതാണ് അയാൾ ഡി ജെ പരിപാടിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നത്. ആ ലാപ്ടോപ്പ് ഒരൊറ്റ ചവിട്ടിന് 2 തവിട് പൊടിയാക്കിയിട്ട് അവന്മാർ അവളെ പിടിച്ചുകൊണ്ട് ഒരുമാതിരി ഈ കൊലക്കേസിലെ പ്രതിയെ കൊണ്ടുപോകുന്നത് പോലെയാണ് പോലീസ് ജീപ്പിലേക്ക് കയറ്റാൻ കൊണ്ടത്, ആളുകൾക്കിടയിൽ കൂടി വലിച്ചെടുത്തുകൊണ്ട് കള്ളക്കേസുകളിൽ കൊടുക്കുകയും ചെയ്തു. നമ്മൾ ആ ഒരു ഡി ജെ ആർട്ടിസ്റ്റിൻ്റെ വീഡിയോ നമ്മൾ കണ്ടതാണ്. അയാൾ പറയുന്നുണ്ട്, എനിക്കെതിരെയുള്ള കള്ളക്കേസുകളൊന്നും ഒഴിവാക്കി തരണം, എനിക്ക് വേറെ ഒരു പരാതിയുമില്ല, എനിക്കൊരു പുതിയ ലാപ്ടോപ്പും വാങ്ങി തന്നാൽ മതി, എനിക്ക് പോലീസുകാർക്കെതിരെ ഒരു പരാതിയുമില്ല എന്നാണ് അയാൾ പറഞ്ഞത്. അയാളുടെ നല്ല മനസ്സ് നമ്മളെല്ലാവരും വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായതാണ്, അയാൾ ഒരു തെറ്റുകാരനല്ലെന്ന് നമ്മൾ മനസ്സിലായതാണ്. അതിലും കുറേ ആളുകൾ വന്നിട്ട് പോലീസിനെ ന്യായീകരിച്ചുകൊണ്ട് തന്നെ ഈ ഡി ജെ നടത്തിയ ആളുകളെ കുറ്റം പറയുന്നവരുണ്ട്. സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാത്ത കുറച്ച് കഴുതകളാണ് ഈ രീതിയിൽ വന്ന് വ്യാഖ്യാനിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ നടന്നിട്ടുള്ള സംഭവങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഈ സൈഡിൽ കാണാൻ പറ്റും. അപ്പോൾ അതിന് പിന്നാലെ ആ ഒരു ഡി ജെ ആർട്ടിസ്റ്റിന് ആ ഒരു പിന്തുണയുമായിട്ട് നമ്മുടെ ജോജി തമ്പി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. ദൈവതുല്യനായിട്ട് എല്ലാവരും കാണുന്ന, ഒരുപാട് നല്ല പ്രവർത്തികൾ ചെയ്യുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് ജോജി തമ്പി. അതിനകത്ത് ആർക്കും ഒരു സംശയമില്ല. ഗീവ് അവേ ഒക്കെ കൊടുത്ത് പല ആളുകളെയും, അവർക്ക് അർഹതപ്പെട്ട ആളുകളുടെ കരങ്ങളിലേക്ക് എല്ലാ സാധനങ്ങളും എത്തിച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ ആ മനുഷ്യൻ ഇപ്പോൾ വീണ്ടും ദൈവമായിട്ട് വന്നിരിക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാപ്ടോപ്പ് തല്ലി പൊട്ടിച്ച പോലീസുകാർക്കൊരു മറുപടിയും ഒക്കെ ആയിട്ട് പുതിയൊരു ലാപ്ടോപ്പുമായിട്ടാണ് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. ആ ഒരു വീഡിയോ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അത് കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. ഈ ഒരു ലാപ്ടോപ്പ് ഒരു പോലീസുകാരൻ ചവിട്ടി പൊട്ടിച്ചതാണ്. നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടു കാണും. ഇത് നമ്മുടെ അനിയൻ പയ്യനാണ് അബ്രാം. ഞാൻ ആ ഒരു വീഡിയോ കണ്ട് എനിക്ക് നല്ല വിഷമം തോന്നിയിട്ട് ഞാൻ അബ്രാമിനെ വിളിച്ചു വരുത്തിയതാണ്. ലാപ്ടോപ്പ് മേടിച്ചു കൊടുക്കാൻ വേണ്ടി വിളിച്ചതാണ്. പക്ഷേ അവനിത് വേണ്ട എന്നാണ് പറയുന്നത്. അവൻ പറയുന്നതിലും കാര്യമുണ്ട്. ആരാണോ ഈ ഒരു തെറ്റ് ചെയ്തത് അവരത് തിരുത്തണം. അങ്ങനെ പെട്ടെന്നൊന്നും ഉണ്ടായതല്ല ഈ ഒരു ലാപ്ടോപ്പ്. സിനിമയിൽ അഭിനയിക്കണമെന്ന ആഗ്രഹത്തിൻ്റെ പുറത്ത് പല ജോലികൾ ചെയ്ത് കർട്ടൻ വലിക്കാൻ പോയി, സൗണ്ടിൻ്റെ പണി, ലൈറ്റിൻ്റെ പണി, അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് അവസാനം ഒരു ഡി ജെ ആർട്ടിസ്റ്റായിട്ട് മാറി. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് മേടിച്ച ഒരു ലാപ്ടോപ്പാണിത്. പത്തനംതിട്ടയിലെ ഡി ജെ പ്രോഗ്രാമിൻ്റെ ഇടയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഒരു പോലീസുകാരൻ ഈ ലാപ്ടോപ്പ് ചവിട്ടി പൊട്ടിച്ച് ഇവനെ അത്ര ആൾക്കാർക്കിടയിലൂടെ ഇവനെ വലിച്ചു വെച്ചുകൊണ്ട് പോയത്. ചേട്ടാ, അതായത് സമയം കഴിഞ്ഞെങ്കിൽ അവർക്ക് വന്ന് പറയാം, എനിക്ക് വാണിംഗ് തരാം, അല്ലെങ്കിൽ അവർക്ക് നിർത്തിക്കാം, ഓക്കെ. ഇതൊന്നുമില്ല, വാണിംഗ് ഒന്നുമില്ല, അത് പെട്ടെന്ന് കയറി വരുന്നു, ചവിട്ടി പൊട്ടിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, എൻ്റെ അച്ഛനും അമ്മയും ഞാനും കൂടെ ന്യൂ ഇയർ ദിനം മൊത്തം സ്റ്റേഷനിൽ ഇരുന്ന് നേരം വെളുപ്പിക്കുക, എൻ്റെ പേരിൽ ഇല്ലാത്തതായിട്ടുള്ള കേസുകൾ എഴുതി വെക്കുക, ആ അവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കും. ഇവനൊരു കലാകാരനാണ്. ഇവൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചാണ് ഇവൻ ചെയ്ത തെറ്റ്. ഇത്രയൊക്കെ ഇവനെ കണ്ടില്ലേ? ഇതിൽ ലാപ്ടോപ്പ് വാങ്ങി കൊടുത്തിട്ടില്ല. ഞാൻ ആദ്യം പറഞ്ഞതിലൊരു തെറ്റുണ്ട്. ലാപ്ടോപ്പ് വാങ്ങി കൊടുക്കാനുള്ളൊരു മനസ്സ് കാണിച്ചതിൻ്റെ ഒരു വലിയ കാര്യം തന്നെയാണ്. വാങ്ങി കൊടുത്തില്ലെങ്കിലും ആ ഒരു മനസ്സ് കാണിച്ചതിന് വലിയ കാര്യം തന്നെയാണ്. ആ ലാപ്ടോപ്പ് വാങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ആ ഡി ജെ ആർട്ടിസ്റ്റ് പറഞ്ഞത് ലാപ്ടോപ്പ് വേണ്ട, തെറ്റ് ചെയ്തവർ തന്നെ അത് തിരുത്തട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ്. നമുക്ക് ബാക്കി ഒന്ന് കണ്ടുപോകാം. വെച്ചിട്ട് ഇവൻ ഇതുവരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതെ, കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമില്ല. ഞാൻ എങ്ങും ആ സാറിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. ആ സാറിൻ്റെ ഫോട്ടോ പോലും ഞാൻ ബ്ലർ ചെയ്തിട്ടാണ് കാണിച്ചത്. കാരണം എനിക്കൊരു പ്രശ്നത്തിന് പോയി അവരുടെ ഫാമിലിയെ ബാധിക്കുക, അവരുടെ ജോലിയെ ബാധിക്കുക, അങ്ങനെ ഒന്നുമില്ല. എൻ്റെ ആവശ്യം എനിക്ക് നീതി കിട്ടണം. എൻ്റെ പേര് ഇല്ലാത്തതായിട്ടുള്ള എടുത്തിരിക്കുന്ന കേസുകൾ പിൻവലിക്കണം. അതുപോലെ എനിക്ക് ആരാണോ ആ ലാപ്ടോപ്പ് പൊട്ടിച്ചത് ആ സാറ് തന്നെ, ആ സാറിൻ്റെ കൈ കൊണ്ട് എനിക്ക് ആ ലാപ്പ് തരണം. അത്രയേ ഉള്ളൂ. അതും എല്ലാവരുടെയും കാണാൻ വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവിടുത്തെ ഏതെങ്കിലും ഓഫീസിനുള്ളിൽ വെച്ചായാലും മതി. പോലീസുകാരെ നിങ്ങൾ ഇതൊരു ഈഗോ ആയിട്ട് കാണുമൊന്നും വേണ്ട. അവനെന്ന് പറഞ്ഞാൽ ഞാൻ അവന് ലാപ്ടോപ്പ് മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വല്ല വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് അങ്ങനെയല്ല വേണ്ട. അവൻ അത്രയും കഷ്ടപ്പെട്ട് മേടിച്ചൊരു സാധനം അവന് അങ്ങനെ തന്നെ കിട്ടണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് അവൻ ഈ പറയുന്നത്. ഇത് മുഖ്യമന്ത്രി വരെ ഇടപെട്ട കേസായതുകൊണ്ടും തെളിവുകളെല്ലാം ഇവൻ്റെ കയ്യിലുള്ളത് കൊണ്ടും ഇത് ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ജോലിയെ തീർച്ചയായിട്ടും ബാധിക്കും. മനുഷ്യാവകാശ കമ്മീഷൻ വരെ ഇവനെ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുക, കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ലയോ എന്ന് ചോദിച്ചിട്ട്. ഇവന് എന്നിട്ടും ഇങ്ങനെ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. കാരണം ഞങ്ങൾക്ക് പ്രശ്നത്തിന് പോകാൻ ഒരു താല്പര്യമില്ല. നിൻ്റെ ആവശ്യം ന്യായമായിട്ടുള്ളതാണ്. തെറ്റ് ചെയ്തവർ തെറ്റ് തിരുത്തട്ടെ. നിൻ്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കട്ടെ. നീ ഉടനെ സിനിമയിലെത്തും. നമ്മളെല്ലാവരും നിൻ്റെ കൂടെ ഉണ്ട്. ഓക്കെ. കണ്ടില്ലേ? വളരെ നല്ലൊരു മനസ്സിനുടമ തന്നെയാണ് ജോജി തമ്പി എന്നൊരു കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. അയാൾ ആ ഒരു ഡി ജെ ആർട്ടിസ്റ്റിനെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നത്,
അയാൾ പെട്ടെന്നൊരു ദിവസം അല്ലെങ്കിൽ അയാൾക്ക് കിട്ടിയ കാശ് കൊണ്ട് പെട്ടെന്നുണ്ടാക്കിയ ലാപ്ടോപ്പൊന്നും അല്ല, അല്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിയിട്ടുണ്ടാക്കിയ കാശ് കൊണ്ട് വാങ്ങിയ ലാപ്ടോപ്പൊന്നും അല്ല. അയാൾ കർട്ടൻ വലിക്കാൻ പോയും രാത്രിയും രാവിലെയും എല്ലാം ഓരോ പരിപാടിക്ക് പോയി അതിൽ നിന്ന് കിട്ടിയ കാശ് സ്വരൂപിച്ച് വെച്ചിട്ട് അല്ലെ സ്വരുക്കൂട്ടി വെച്ചിട്ട് അതുകൊണ്ട് അധ്വാനിച്ചെടുത്ത് തൻ്റെ വിയർപ്പിൻ്റെ മണമുള്ള കാശ് കൊണ്ട് വാങ്ങിയ ലാപ്ടോപ്പാണ്. അതാണ് നിമിഷ നേരം കൊണ്ട് തന്നെ ചവിട്ടി തവിട് പൊടിയാക്കി കളഞ്ഞത് ഈ പോലീസുകാരന്മാർ. ഈ പോലീസുകാരന്മാരെ നിവന്മാരെ വിളിക്കാൻ പാടില്ല, പക്ഷേ ആ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന് നമുക്കൊരു വാല്യൂ കൊടുക്കണമല്ലോ, ഒരു കാക്കിക്ക് നമ്മൾ വാല്യൂ കൊടുക്കണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പോലീസ് എന്ന് പറയുന്നത്. കാക്കിയിട്ട ക്രിമിനലുകൾ, കാക്കിയിട്ട ഗുണ്ടകൾ, ഇവന്മാരി കാണിച്ച വൃത്തികെട്ട പരിപാടി, ഈ പരിപാടിക്കെല്ലാം മറുപടിയുമായിട്ട് തന്നെയാണ് ഇപ്പോൾ ജോജി തമ്പി ഒരു നൈസായിട്ട് വന്നിരിക്കുന്നത്. അത് മറുപടി എന്ന് പറയുന്നത് ഒരു മധുര പ്രതികാരം എന്നുള്ള രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തല്ലിപ്പൊട്ടിച്ചത് ആരാണോ അവർ തന്നെ അത് വാങ്ങിക്കൊടുക്കണം. നീതി കിട്ടുമല്ലോ എന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല, പക്ഷേ അത് കിട്ടണം. അത് തന്നെയാണ് അർഹിക്കുന്നത്, അല്ലെങ്കിൽ അർഹിക്കുന്ന നീതി തന്നെ കൊടുക്കണം. ഇതിപ്പോൾ മുഖ്യമന്ത്രി ഇടപെട്ടിരിക്കുന്ന കേസാണ്. അതിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്നും മനുഷ്യാവകാശ ലംഘനം നടന്നിട്ടുണ്ട് എന്നുള്ളതും കേസായിട്ട് വരും. അപ്പോൾ ആ ചവിട്ടി പൊട്ടിച്ചവനും അതേപോലെ തന്നെ കൂടെ നിന്നവനും ഇവൻ്റെ കോളറിൽ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് കൂട്ടി നിന്നവന്മാരുമെല്ലാം ഇനി കുറച്ച് നാൾ വീട്ടിലിരുന്ന് കപ്പയൊക്കെ നട്ട് വല്ല കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കാക്കിയൊക്കെ ഊരി വെച്ചിട്ട് വല്ല ചിരക്കാനൊക്കെ പോകാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ല ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെ എന്തായാലും ഉണ്ടാവട്ടെ. ഇങ്ങനെയുള്ളവന്മാർ എന്തായാലും സേനയിൽ വേണ്ട എന്നുള്ളതാണ് നമ്മളെല്ലാവരും പലപ്പോഴും പറയുന്നത്. ഇങ്ങനെ ഒരു യുവാവിന് മേലെ ഇവന്മാരെയും മെക്കെട്ട് കയറിയിട്ടുണ്ടെങ്കിൽ നാളെ പല ആളുകളുടെയും മെക്കെട്ട് കയറും. ഇന്ന് ഒരു കാര്യത്തിന് തീരുമാനം അല്ലെങ്കിൽ ഒരു നടപടി എടുത്തിട്ടില്ലെങ്കിൽ ഇത് ഇവന്മാർക്കൊരു മുതൽക്കൂട്ട് അല്ലെങ്കിൽ ഇവന്മാർക്ക് സപ്പോർട്ടാവും. ഇനി ആരുടെ മേൽ വേണമെങ്കിലും പോയി കുതിര കയറാം എന്നുള്ളത്, ഏതൊരു പാവം പിടിച്ചവൻ്റെ നെഞ്ചത്ത് കയറാം എന്നുള്ളൊരു സപ്പോർട്ടാവും. ആ സപ്പോർട്ട് ഉണ്ടാവാതിരിക്കട്ടെ. ഇത് ചെയ്തവൻ തന്നെ അദ്ദേഹത്തിന് ആ ലാപ്ടോപ്പ് വാങ്ങിക്കൊടുക്കണം. ഒരു വാശിയും വൈരാഗ്യവും ഒന്നുമല്ല അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഒരു ആഗ്രഹമാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പൊന്നുപോലെ അദ്ദേഹം ഒരു ഉപജീവന മാർഗ്ഗമായിട്ട് തിരഞ്ഞെടുത്തൊരു പ്രൊഫഷനാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഫഷൻ ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒറ്റ നിമിഷം കൊണ്ട് തന്നെ ചവിട്ടി ശിഥിലമാക്കി കളഞ്ഞിട്ട് അത് വേറെ ആൾ വാങ്ങിക്കൊടുക്കുന്നതിനേക്കാൾ നല്ലതാണ് ചവിട്ടി പൊട്ടിച്ച് കളഞ്ഞ ആൾ തന്നെ വാങ്ങി തരുന്നതാണ്. അതെല്ലാവരുടെ മുൻപിൽ വെച്ച് വേണ്ട, അങ്ങനെ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അല്ലാതെയാണെങ്കിലും എനിക്ക് വാങ്ങി തന്നാൽ മതി, പക്ഷേ എനിക്ക് സാധനം കിട്ടിയാൽ മതി എന്നാണ് ആ പാവം പിടിച്ചവൻ പറയുന്നത്. അങ്ങനെ മര്യാദയ്ക്ക് സംസാരിക്കാൻ കഴിയുന്നതും അല്ലെങ്കിൽ അത്രയും ക്ഷമയോടുകൂടി സംസാരിക്കാൻ കഴിയുന്നതും ഒക്കെ വലിയ ദൈവികമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ചെയ്തുള്ള പോലീസുകാരന്മാർ ഇതെന്തായാലും അദ്ദേഹത്തിന് വാങ്ങിക്കൊടുക്കണം. അത് വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ അത് വൃത്തികെട്ട തന്തയില്ലായ്മയാണെന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഇങ്ങനെ പോലീസുകാർക്ക് ഒരു മറ്റുള്ളവരുടെ മെക്കെട്ട് കയറാൻ വേണ്ടിയിട്ടൊരു ആയുധമായിട്ട് കാക്കി മാറപ്പെടുന്നോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ കുറ്റകൃത്യങ്ങളും തന്തയ്ക്ക് പ്രകാരം ചെയ്യുന്നവന്മാരൊക്കെ സുഖമായിട്ട് നടക്കുമ്പോൾ നമ്മുടെ പോലീസിന് ഒന്നും ചെയ്യാനില്ല. അവരെ ഇങ്ങനെ രണ്ട് കൈകളും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ ഒരു എന്താ പറയുക, അമ്മക്കോഴി കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കുന്ന പോലെയാണ് നമ്മുടെ പോലീസുകാർ പോവുക. എന്നാൽ ഏതെങ്കിലും ഒരു പാവം പിടിച്ചവൻ അവൻ്റെ ഉപജീവന മാർഗ്ഗത്തിന് വേണ്ടിയിട്ട് അന്നുള്ള അന്നം തേടുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പരിപാടിയുമായിട്ട് ഇറങ്ങിയാലോ, അപ്പോൾ ഇതാ വന്നു പിടിച്ചുകൊണ്ട് പോകുന്നു, ക്യാമറകളുടെ മുൻപിൽ കൊണ്ടുവന്നു, പ്രദർശനം നടത്തുന്നു. വലിയ ഞങ്ങൾ എന്തോ ഒരു ഈ പറയുന്ന നമ്മുടെ ബില്ലാദിനെ പോലെയുള്ള ഒരാളെ പിടിച്ചൊരു പ്രതീതിയാണ്. എന്നാൽ ഒരു കുറ്റവാളിയെ മുന്നിൽ കിട്ടിയാലോ മുട്ട് വിറയ്ക്കും അവന്മാരുടെ പണവും കുറ്റവാളികളുടെ പിടിപാടും ഒക്കെ കാണുമ്പോൾ കാക്കിയിട്ട ഏമാന്മാർക്ക് ശരിക്കും മുട്ട് വിറയ്ക്കും. അവരെ പിടിക്കാനായിട്ടുള്ള ധൈര്യമോ ഉറപ്പോ ഒന്നും നമ്മുടെ പോലീസുകാർക്കില്ല. ഇങ്ങനെയുള്ള അയ്യോ ഭാവികളുടെയും ഇങ്ങനെയുള്ള ഉപജീവന മാർഗ്ഗത്തിന് വേണ്ടിയിട്ട് ഓരോ പരിപാടിയും കണ്ടെത്തി ഇറങ്ങുന്ന ആളുകളുടെയൊക്കെ മെക്കെട്ട് കയറാനുള്ള ധൈര്യം മാത്രമേ നമ്മുടെ ഏമാന്മാർക്കുള്ളൂ. ഇങ്ങനെയുള്ള വൃത്തികെട്ട പരിപാടികൾ കാണിക്കുന്നവന്മാരെ ഇനിയും സേനയിൽ വെച്ചുകൊണ്ട് പോകാൻ പാടില്ല. എന്തായാലും ജോജി തമ്പി മുന്നിലേക്ക് വന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. അദ്ദേഹത്തിന് ബിഗ് സല്യൂട്ട് നൽകുകയാണ്. ഇതുപോലെ ഇങ്ങനത്തെ വൃത്തികേടുകൾ കാണിക്കുമ്പോൾ ആ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നത് ആ ഒരു DJ ആർട്ടിസ്റ്റ് ചെയ്തൊരു വലിയ കാര്യം തന്നെയാണ്. ആ നിലപാടിനൊപ്പം തന്നെയാണ് കേരളത്തിലെ ജനങ്ങളും ഉണ്ടാവുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും അദ്ദേഹത്തിന് നീതി ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.